Hi guys, welcome to the trade. Welcome to the new, welcome to the channel. So ഇന്നത്തെ trade, I need to be really careful. കാരണം it's also like 50-50 guys. Okay, let me explain what is happening right now. ഇവിടെ SMT ഫോം ചെയ്ത് കഴിഞ്ഞു. Bearish SMT, like big one. Okay, ഇവിടെ അത് കണ്ടോ? Like this is going to be leading index, that is going to be lagging index. And but പക്ഷെ നമുക്കിവിടെ സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി ഇവിടെ എല്ലാം സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞു. And it's also like ഇവിടെ സ്വീപ്പ് ആയി കഴിഞ്ഞു. The order flow is bullish. So, you know, confusion. Okay. ഇന്ന് ഞാൻ കഴിഞ്ഞ ട്രേഡ് പോലെ തന്നെ ഈ ട്രേഡും S&P 500 ആണ് എടുക്കുന്നത്. കാരണം നാസ്ഡാക്ക് കുറച്ച് ദൂരത്താണല്ലോ. നോക്കാം. ഇന്നലെ കണ്ടോ ദേ ഈ ഒരു ഭാഗം ഇവിടെ കണ്ടോ, ഇവിടെയാണ് ഞാൻ പെട്ടത്. കണ്ടോ ഇവിടെ ഞാൻ മോനെ ഇന്നലത്തെ ട്രേഡ് ഭയങ്കര മോശം. കുഴപ്പമില്ല, വി ക്യാൻ മേക്ക് ഇറ്റ് അപ്പ് ബാക്ക്. ഓക്കെ, സോ ഈ ട്രേഡ് ശ്രദ്ധിക്കണം. A plus setup, no, but when you have an opportunity, take the trade. ആ റിസ്ക് കുറയ്ക്കാന്നേ ഉള്ളൂ. റിസ്ക് ഞാൻ ഡിവൈഡ് ബൈ 2 ആക്കിയിരിക്കും സാധാരണ പോലത്തെ റിസ്ക് പോലെ തന്നെ. സോ ദാറ്റ്സ് ഹൗ ഐ ഓപ്പറേറ്റ് ഇറ്റ്. യോ ഓക്കെ. സോ ഇവിടെ സാധാരണ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്: മാനിപ്പുലേഷൻ, റിവേഴ്സൽ, ഓർ കണ്ടിന്യൂവേഷൻ ടു ഗോ ഡൗൺവേർഡ്സ്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഗോണ കണ്ടിന്യൂ ടു ഗോ അപ്വേർഡ്സ് ഐ ഗെസ്. സോ വെയിറ്റ് കണ്ടോ, റിലേറ്റീവ് വൈസ്, ബട്ട് ഐ നീഡ് ടു ബി റിയലി കെയർഫുൾ. ഇതിനകത്തോളം സംഭവിക്കരുത്. ആൻഡ് 5 മിനിറ്റ് നോക്കുമ്പോൾ തന്നെ ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ്. ഐ മീൻ ഇവിടെ എന്തായാലും എടുക്കാൻ നോക്കത്തില്ല. ഇവിടെ ഉണ്ട് ഈ ഓക്കെ, ഇവിടെ ഒരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. ലൈക്ക് നോക്കണം, ശ്രദ്ധിക്കണം. ചിലപ്പോ ഇവിടെ നിന്ന് വന്നിട്ട് ഇത് റിവേഴ്സ് ചെയ്തില്ല, റിവേഴ്സ് ചെയ്തു, ദെൻ മാനിപ്പുലേഷൻ ചെയ്തു, ദെൻ റിവേഴ്സൽ ചെയ്ത് താഴത്തോട്ട് പോവാം. ബിക്കോസ് 5 മിനിറ്റ് വെരി ഷോർട്ട് ഓഫ് ഫ്ലോ, റിയലി കൺഫ്യൂസിങ്. നോക്കാം, ട്രേഡ് എടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ എത്ര എത്തിക്കഴിഞ്ഞു, ഇവിടൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തു. നൗ ഇവിടെ എത്തുന്ന വെച്ചാല് I mean, 15 മിനിറ്റ് അത്ര വലിയ റിജക്ഷൻ ഉണ്ട്. സോ ഇറ്റ് മൈ ഗോ അപ്പ്. Macro opens in 3 minutes. ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഹയർ ടൈം ഫ്രെയിം പ്രിഫറൻസ് ഉള്ളത്, ആൻഡ് ഇറ്റ്സ് കറന്റ് ഷോയിങ് ബുള്ളിഷ് ട്രെൻഡ്. ആൻഡ് നൗ 11 മിനിറ്റും കൂടി ആകുമ്പോൾ തന്നെ വി ക്യാൻ ചെക്ക് ഇഫ് ഇറ്റ് ഹാസ് ക്രോസ് ദി ലൈൻ. ഈ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ഫ്ലോ ചേഞ്ച് ആവും. സോ നൗ ഓർഡർ ഫ്ലോ, ദ ബയസ് ഈസ് ബുള്ളിഷ് എക്സ്ട്രീംലി, ലൈക്ക് എക്സ്ട്രീംലി. ഇവിടെ ഇൻവേഴ്സ് വാല്യൂ ഗ്യാപ്പ് ആയി, ഇവിടെ സ്വീപ്പ് ആയില്ല, പക്ഷെ ഇവിടെ സ്വീപ്പ് ആയി. ഓക്കെ ഫൈൻ. ഓക്കെ, ശ്രദ്ധിക്കണം. കാരണം ഇവിടെ കണ്ടോ, ഇവിടെ സ്വീപ്പ് ചെയ്യാൻ ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, വലിയൊരു, ദിസ് ഇസ് ഹൈ റെസിസ്റ്റൻസ്, ദിസ് ആർ ലോ റെസിസ്റ്റൻസ്. ഓക്കെ, ലോ റെസിസ്റ്റൻസ് ഡ്രോസ് ഓൺ ലിക്വിഡിറ്റി. ഇവിടെ ഹൈ റെസിസ്റ്റൻസ് ആണ്. ഇത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ എത്താം. പക്ഷെ അത്രയൊക്കെ ട്രേഡ് ആവാൻ നോക്കാം, നമുക്ക് നോക്കാം. ഇത്രയൊക്കെ എത്താമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ബട്ട് യു നീഡ് ടു ബി റിയലി കെയർഫുൾ. ഇന്നത്തെ ദിവസം ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. കാരണം ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ഡബിൾ ദ ലോസ്. മനസ്സിലായേ? Nasdaq is now looking good. I mean, it has a tendency to reverse. എനിക്ക് റിവേഴ്സലാണ് എനിക്ക് പിന്നെ ഫേവറിലൊക്കെ ഉള്ളതെന്ന്. കാരണം ലൈക്ക് നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ എത്താം, ഇവിടെ എത്താം. ബട്ട് ഇറ്റ്സ് 5 മിനിറ്റ്സ് തോ, സോ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ദാറ്റ്സ് വൈ ഐ നീഡ് ടു വെയിറ്റ്. മാർക്കറ്റ് ഇപ്പൊ ഇത്രയും സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞു. സോ ലെറ്റ്സ് സോ ഞാൻ നോക്കുന്നത് ഫസ്റ്റ് ബ്രേക്ക് ഓഫ്, ഐ മീൻ ട്രെൻഡ് റിവേഴ്സൽ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നോക്കും. ബെയറിഷ് ട്രെൻഡ് അല്ലേ? ഈ ബ്രേക്ക് ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ
the complete structure is going to change to bullish. Board candlestick close ചെയ്യണം നോക്കണം. That's my first confirmation. കണ്ട കിട്ടില്ല. ഓക്കെ, let's see. കിട്ടോ? Nope. Okay, macro opened. So പയ്യെ inverse ചെയ്തു. Then should I look for some kind of no, ഇവിടെ എടുക്കാൻ കൊള്ളത്തില്ല, ഇവിടെ ഭയങ്കര റിസ്ക് ഉള്ള സമയമാണ്. കാരണം ഇവിടെ ഒന്നില്ല, ഇവിടെ കഴിഞ്ഞിട്ട് ഹൈ റെസിസ്റ്റൻസ് ആണ്. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് ട്രേഡ് ടു ജസ്റ്റ് റീട്രേസ് ടുവേർഡ്സ് ഡൗൺ സൈഡ്. റീട്രേസ് ചെയ്ത് എവിടെ വരെ പോവാം? ഇതുവരെ പോവാം. ഇതിനിടയിൽ വേറെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ? ഇല്ല. ഗ്യാൻ ബോക്സ് കൂടെ ഇട്ടേക്കാം. പ്രീമിയത്തിലോട്ട് വന്ന് എന്നാലും വരാം. ഓ യെസ്, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫുൾ റെസ്പെക്ട് ചെയ്യണം. ഒന്നാകുമ്പോൾ ദാറ്റ്സ് ഗുഡ്. എന്നാ ട്രേഡ് എടുക്കും. ഒരുപാട് ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാലാണ് അവസാനം ഫോം വരുന്നത്. ഓക്കെ, ദാറ്റ്സ് വൈ യു ഷുഡ് നോട്ട് ബി സ്കെയർഡ്. പോണെങ്കിൽ കയ്യിൽ നിന്ന് പോട്ടെ, അതല്ലേ റിസ്ക് മാനേജ്മെന്റ്. ഓ താത്തോട്ടോ, താത്തോട്ട്. ഓക്കെ, ഓ ഓക്കെ. എന്ത് കാരണം എടുത്ത മാനിപ്പുലേഷൻ റിവേഴ്സലാണ്. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ടില്ല, ദാറ്റ്സ് ഡേഞ്ചറസ്. ഇവിടെ ഇപ്പൊ കറന്റ്ലി ഒരു സ്വീപ്പായി മാറാം. ഇവിടെ മേലെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് സ്വീപ്പായി താഴെ പോവാം. നമുക്ക് manipulation reversal. Is it going to be happening like that? Oh my god, റെസ്പെക്ട് ചെയ്തില്ല. ഇതാണ് വരിക 3 candlestick formation. 1 2 ടച്ച് ചെയ്തിട്ടില്ല. Should I take can box? Okay, ചെയ്യണോ? ചെയ്യണോ? നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ് എടുക്കാൻ പറ്റും. ഓ മൈ ഗോഡ്, കുറച്ചുകൂടി വെളിപ്പോലെ കുറച്ച് അവിടെ കാണുന്നുണ്ട്. ഓ ശീഷ്, ജീവിക്കാൻ കൊള്ളത്തിലാണ്. നമ്മൾ ഇത്രയും പോയാൽ പിന്നെ എങ്ങനെ ശരിയാണ്? പയ്യെ പോയാൽ മതിയായിരുന്നു. ബാക്ക് ടു 5 minute. ആ 1 minute ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കണ്ടോക്കി. ഇവിടെ ഇതെങ്ങാനും എടുത്തിരുന്നാൽ ലൈക്ക് നൗ ബാക്ക് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നാലിച്ച് നോക്കി എത്ര വേണ്ടി വരും. സോ കൊണ്ട് റിസ്ക് റിവാർഡ് എവിടെ റിസ്ക് റിവാർഡ്. there we go guys, miss the trade. നീ അങ്ങനെ സൂക്ഷിക്കണം, കാരണം ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻവേഴ്സ് ആയി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു തടസ്സം ഉണ്ടാകും. 15 minute ടൈം ഫ്രെയിം. Yeah, it's good. Okay, oh my god, did I miss this? ശ്രദ്ധിക്കണം. Wow, it's plummeting. Oh my god. Okay, അത് പോയി കിട്ടി. എനിക്ക് ഇതെടുക്കാൻ പറ്റുമോ? Can I take Nasdaq? Nasdaq, it's like forming. What's happening right now? പതിയെ മുന്നോട്ട് പോകാൻ നോക്കണേ തോന്നുന്നു. പയ്യെ ഇപ്പൊ എത്തി. മാനിപ്പുലേറ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, ഇവിടെ അത്രയും വലിയ റിവേഴ്സൽ വന്നു. Okay, this is not good.
Oh my God. You careful ആയിരിക്കണം കാരണം അത് നോക്കണം കുറച്ച് തരാണ്ട് കുഴപ്പമില്ല കയ്യിൽ നിന്ന് പോകണമെങ്കിൽ പോട്ടെ എന്നാലും ഐ മീൻ ഉള്ളത് പോവാണ്ടിരിക്കണല്ലോ ഭേദം പയ്യെ വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ ഒരു SMT ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് ബിക്കോസ് ഓവറോൾ ട്രെൻഡ് കണ്ടോ ഇത് ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ലീഡിംഗ് ഇൻഡെക്സ് ഫോം ചെയ്തിട്ടുണ്ട് ഓ കണ്ടോ മറ്റേനകത്ത് ലാഗിങ് ഇൻഡെക്സ് ആയി ഇനിയിപ്പോ ബുള്ളിഷ് കണ്ടിന്യൂ ചെയ്യാത്തന്ന് അത്രയും ഒരു കോൺഫിഡൻസ് ഇല്ലാത്തന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ ഈ ഒരു ഗ്യാപ്പ് ഹയർ റെസിസ്റ്റൻസ് ക്രോസ് ഓൺ ലിക്വിഡിറ്റി സോ ദർ ആർ ടു ചാൻസസ് ഒന്നില്ലെങ്കിൽ മാർക്കറ്റ് ഭയങ്കര ചോപ്പി ആയിട്ട് മേളിൽ പോവും അല്ലെങ്കിൽ റിവേഴ്സൽ ആയിരിക്കും റിവേഴ്സൽ ആവാൻ സാധ്യതയുണ്ടോ വളരെ കുറവാണ് ബട്ട് നാസ്ഡാക്ക് ചെയിൻസ് ഓ ഓക്കെ Yeah, it's gonna go up. Continue, 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 continue. Oh man, this is bad. Like, ഇവിടെ ഗ്രോസ് ഓൺ ലിക്വിഡിറ്റി ഒന്നുമില്ല ഓക്കെ ഇൻവെസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ഓക്കെ സോ ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലേ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ ഒരു എൻഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇപ്പൊ ഇത് ഭയങ്കര ഷൂട്ട് ഔട്ട് ചെയ്താൽ ഞാൻ ട്രേഡ് എടുക്കില്ല ദാറ്റ്സ് ഇറ്റ് കണ്ടോ കൺസോൾഡേറ്റ് ചെയ്യണുണ്ടോ ബിക്കോസ് ഓഫ് ഹയർ റെസിസ്റ്റൻസ് നീ താഴത്തോട്ട് പോകുമോ ചാൻസ് കുറവാ ബിക്കോസ് ഇത്രയും വലിയൊരു മാനിപ്പുലേറ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്തു then yes not gonna go down ഇത് എത്തും കണ്ടോ not SMT that's not a valid SMT bro initially ഞാൻ bearish ആയിരുന്നു but like you need to understand what market is doing right now okay ഞാൻ 1 മിനിറ്റിലാണ് ട്രേഡ് ചെയ്യണം അപ്പോ ലൈക്ക് ഇറ്റ്സ് ഡൈനാമിക് ലൈക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാല് അങ്ങനെ തന്നെ ഞാൻ വെക്കത്തില്ല ലൈക്ക് മാർക്കറ്റ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു അനുസരിച്ചായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുന്നത് that's what you do yep there we go don't sweep don't sweep don't sweep don't sweep okay dangerous this is bad I guess okay Nasdaq the sweep ആയിട്ടുണ്ട് so the SMT is not valid hmm oh net issue ഇപ്പൊ ഇവിടെ കൺസോൾട്ടേഷൻ വരുന്നുണ്ട് സോ ഇറ്റ്സ് കറന്റ് ലൈക്സ് ഓൺ സ്മോൾ ഇവിടെ ബ്രേക്ക് സ്ട്രക്ചർ ഫോം ചെയ്താല് then I would take the trade yeah buddy it's gonna go up
Oh, oh, okay, okay. Wow. Whoa, 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 whoa. Okay, 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 okay. No, no, no. Stop, 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 stop. Dude, stop. Okay. Manipulation ആയി ഫാമിലി ഗ്യാപ്പ് വന്നു. ഞാന് ഇപ്പൊ വെരി ലോ റിസ്ക് എടുത്തേക്കണ്. വാവ്. വെരി ലോ റിസ്ക്. കാരണം yeah, the bias is messed up. It's not A plus. So yeah, that's the reason. വേണമെങ്കിൽ one more trade കൂടെ എടുക്കും. Like you need to be really careful. Market is not looking good. ഒരു 1 minute ആണ് ഏറ്റവും പേടി കാണാനായിട്ട് തന്നെ. Like look at this. Oh my goodness. ഞാൻ എങ്ങനെ എടുത്തു എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ റെസ്പെക്ട് ചെയ്യേണ്ട ഈ സാധനം. റെസ്പെക്ട് ചെയ്തു. 1 minute ടൈം ഫ്രെയിം പോകുമ്പോൾ തന്നെ എനിക്ക് ലൈക്ക് ഗ്യാൻ ബോക്സ് ഓ മൈ ഒരു മിനിറ്റ് ഇവിടെ റെസ്പെക്ട് ചെയ്ത് ഇവിടെ കിട്ടി. ഒന്നാമത്തത് ഇവിടെ എടുക്കേണ്ടതാ. ഇവിടെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ 7% എക്സ്റ്റൻഷന്റെ കാര്യം കാരണം. ഓക്കെ, അപ്പോ അപ്പൊ അത് കാരണം ഞാൻ എടുത്തു. ഈ ഗ്യാൻ ബോക്സിന് മേൽ ഓക്കെ ദാറ്റ്സ് ഗുഡ്. ഇവിടെ ആകുമ്പോൾ തന്നെ ഒരു പാർട്ണർഷിപ്പ് എടുക്കും. ഒക്കെ അതിനനുസരിച്ച് വരും. ഞാൻ ബാക്കി റിസ്കിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഉണങ്ങി പൊട്ടുന്ന പോകുന്നുണ്ട്. മണി പോണം. എടുത്തുവോ നോക്കാം. ഓക്കെ. ഓ മൈ ഗോഡ്. ക്വൈറ്റ് റിലീഫ്. ഓ നോ. എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ബ്ലൂപ്പ്. നോ. ചിലപ്പോൾ ഉപയോഗിക്കാം. ഐ, ഈ. വോ. ഓക്കെ, ഒരു പാട്ടിൽ എടുക്കണം. ആ സന്തോഷം. അവിടെ വന്ന് തന്നെ ക്ലോസ് ചെയ്യും. പറയാറായിട്ടില്ല. മാർക്കറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്കറ്റ് ഭയങ്കര അഗ്രസീവ് ആയിരുന്നു.
അതായത് ഇവിടെ എടുക്കുമ്പോ തന്നെ ഞാൻ പാർട്ടിൽ എടുക്കും. പിന്നെ ആ ഒരു ട്രേഡും കൂടെ എടുക്കുമ്പോ തന്നെ കൈപോയി. അത് ഞാൻ ഇത്രയും ലൈക്ക് ഈ മാസം ലൈക്ക് ഇൻക്രെഡിബിൾ. മനസ്സിലായാലും മാർക്കറ്റ് ഇസ് ലുക്കിംഗ് റിയലി ഗുഡ് റൈറ്റ് നൗ. ഐ മീൻ എല്ലാ ട്രേഡ് അടിപൊളിയായിരുന്നു. സോ ദാറ്റ്സ് വൈ ഐ ഗോട്ട് റിയലി ഗ്രീഡി. സോ ഒരു ട്രേഡും കൂടി ഹൈ റിസ്ക് എടുത്തായിരുന്നു, കൈപോയി. സോ അതിന് എനിക്ക് ഈ ഒരു ദിവസം മേക്കപ്പ് ചെയ്യണം. കം ഓൺ, ഐ നോ, ഐ നോ യു ക്യാൻ. ഇവിടെ 1:1 ഏതാണ്? ഇതെല്ലാം ഉണ്ടോ? കിട്ടട്ടെ. നീ പാട്ടിൽ എടുക്കണ്ടേ? അടുത്ത് നോക്കുന്നു. ചെറിയ റിവേഴ്സിൽ വന്നോ ഇല്ലയോ നോക്കാം നമുക്ക്. അയ്യോ. ഈ ഓ മൈ ഗോഡ്, കം ഓൺ, ലെറ്റ്സ് ഗോ. ഷൂട്ട്, ബൂം. ക്ലോസ് ആക്കാറായിട്ടില്ല. 2.50%. ഓ മൈ ഗോഡ്. ഐ, വാവ്. യു മൈ ഫ്രണ്ട് ഗോട്ട് ബി കിഡിങ്. ഇതിനകത്ത് പോലെ സംഭവിക്കാൻ വേണോ? ഐ, അടിപൊളി. കൈ നോയി. Yep, I guess. Wow. Wow. No way. ഇന്നലത്തെ അവസ്ഥയാന്ന് തോന്നുന്നു. ഇതുവരെ നോക്കി ആലോചിച്ച് നോക്കി. ഇതുവരെ എത്തിയിട്ട് ആ റിവേഴ്സൽ കണ്ടോ? Yeah, man. That's trading. പ്രതീക്ഷിക്കാത്തില്ല. അതാ പറഞ്ഞു പാർട്ട്നേഴ്സ് എടുക്കണം. ടോംബി ഗ്രീഡി. ഞാൻ കാര്യം ചെയ്യാം. 1:1 നോക്കണ്ടേ? ഇവിടെ തന്നെ എത്തിയാൽ മതിയായിരുന്നു. പക്ഷേ എടുക്കില്ല. 1:1 ആണെങ്കിൽ ഏതുവരെ ആയിരിക്കും? ഇത്ര ഇതാണ് 1:1. റിജക്ഷൻ ഇഷ്ടായി. അടിപൊളി. ഓക്കെ, ആ ഫെയർ വാല്യൂ ക്യാപ്പ് റെസ്പെക്ട് ചെയ്തു. Maybe I take partners. Come on. No. രണ്ട് ഫെയർ വാല്യൂ ക്യാപ്പ് ഉണ്ട് ഇവിടെ. റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ് നോ ഇസ് ലുക്കിംഗ് ഓക്കെ. ബ്രേക്കോ സ്ട്രക്ചർ ആയിട്ടുണ്ട്. At least 1:1, right? So, uh, should I be greedy like yesterday? Boom, boom. ഒറ്റ ക്യാനിൽ. No. കാല് വെച്ച് കൊടുക്കാം. താഴത്തോട്ട് ഇനി പോകും. ചാൻസ് കുറവാണ് കണ്ടോ. ഇതും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് യു നോ ലൈക്ക് അത് ഓഡ്സ് ആണ്, മനസ്സിലായില്ല. 100% ഷുവർ അല്ല. ലൈക്ക് എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഇൻ മാർക്കറ്റ്. ഇപ്പൊ ഇത് റെസ്പെക്ട് ചെയ്തെന്നും പറഞ്ഞിട്ട് താഴത്തോട്ട് പോകുന്ന യാതൊരു നിർബന്ധവും ഇല്ല. താഴത്ത് ഇപ്പോ ലൈക്ക് ഇവിടെ എത്തിയെന്ന് വെച്ചോ, ഫിഷിന് താഴെ പോവാ. പോവാണ്ടിരിക്കില്ല എന്ന് പറഞ്ഞ ചാൻസ് ഇല്ല. ചാൻസ് കുറവാ. അങ്ങനെ കളിക്കണം. നോക്കി ഇന്നലെ S&P 500 defeated me, but today, okay. Mm,
ഓ മൈ ഗോഡ്. നാസ്ഡാക്ക് എന്ത് പരിപാടി? വേണ്ട, നോക്കി മൊത്തം നോക്കി. വെരി ക്രൂഷ്യൽ. That interesting. That's why you need to have a big stop loss. സോ നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കുവാണെങ്കിൽ ഞാനൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ കറന്റ് ഞാനിപ്പോ ഒരു 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഒന്നാമത്തെ ട്രെൻഡ്. സോ ജസ്റ്റ് വാച്ച് ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ അഡ്വാൻസ് രീതിയിലായിരിക്കും പോയിക്കണേ. ട്രെൻഡ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ്. സോ യാ, കമോൺ. ഷുഡ് ഐ ബി ഗ്രീഡി? ഏയ്, വോ, ട്രിപ്പിൾ ടോപ്പ്. ട്രിപ്പിൾ ടോപ്പിനൊക്കെ ഹൈ ചാൻസ് ഓഫ് സ്വീപ്പിംഗ്. അത് മാർക്കറ്റിന് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് 1 മിനിറ്റ് ആയതുകൊണ്ട് വലിയ പ്രസക്തി ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടാവും. എനിക്ക് പോണെങ്കിൽ പോട്ടെ, അത്രേ ഉള്ളൂ. എനിക്കിത് വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പിലിടയിൽ ടെൻഷൻ ഇല്ല. ബട്ട് ഈ റിജക്ഷൻ കൊള്ളാം. ഈ റിജക്ഷന് കൊള്ളാം. കാരണം ഇത് കണ്ടോ, ഇത്രയും വലിയ വിക്ക് വന്നിട്ട് താഴത്തോട്ട്. സോ ഇറ്റ് മീൻസ് ദാറ്റ് ബൈങ് പ്രഷർ ഉണ്ടെന്നാണ്. ലൈക്ക് കൺസിഡർ എമൗണ്ട്. ബട്ട് ഈ ഇൻഡിക്കേഷൻ കണ്ടോ, ഇതിനർത്ഥം എന്ന് വെച്ചാൽ there is lot of volatility. Like, where is this? ഒരു കാര്യം ചെയ്യാം, 1:1 നോക്കുന്നില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പാർലത്തെടുക്കും. കാരണം ലൈക്ക് യോ ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, സ്വീപ്. Boom, come on. Wow. Okay, partials എടുത്തിട്ടുണ്ട്. And I am making a stop loss at break even. Two of them. Okay, positive for the day. പടി 5 മിനിറ്റിലാണ് കാണാൻ കൊള്ളുന്നത്. ലൈക്ക് ബാക്കിയൊക്കെ ശോകമാണ്. ബാക്കി നീ ഇപ്പൊ എന്തായാലും റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റ്സ്, കമോൺ, 2 more minutes. ഇവിടെ ഞാൻ പറയാം. ഓ, പയ്യെ. So, if you like this video, please like and subscribe. ഇതേ പോകും അത് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിക്കാം. ഓ, നോട്ട് ബി ഗ്രീഡി. ഇന്നലെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇതേ സെറ്റപ്പ് ആയിരുന്നു. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ്
ഞാൻ ഒരു ട്രേഡ് എടുത്തായിരുന്നു. ഇവിടെ ഒരു ട്രേഡ് എടുത്തു. ബിക്കോസ് ലൈക്ക് മാർക്കറ്റ് വാസ് ലുക്കിംഗ് സോ ഗുഡ്. ബട്ട് വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് ഈ ഒരു ഗ്യാപ്പിന്റെ ഇടയിലാണ് ഞാൻ എടുത്തിരുന്നത്. Oh my God. That is what happens when you have so much confidence. Mm. Like, look at this. ഇത്രയും വലിയ bullish. Oh yeah, it's gonna having SMT, bro. SMT divergence. ഇന്നലെ എടുത്തിരുന്ന ഇന്നലത്തെ അതേ അവസ്ഥയാണ്. Okay. I'm going to get stopped out. Okay. ഒരു ശതമാനം ഒരു പൊസിഷൻ പോയിട്ടുണ്ട്. ഇന്നലത്തെ അതേ അവസ്ഥയുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ എന്താന്ന് വെച്ചാല് ട്രേഡ് ഞാൻ ലൈക്ക് ഗ്രീഡി കുറച്ചിട്ടുണ്ട്. ലൈക്ക് കൊണ്ടായിരുന്നു എനിക്ക് നല്ല രീതിക്ക്. ഹയർസ് ഓ യാ എല്ലാം ക്ലോസ് ആയി. സോ ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടേക്കിംഗ് പാർട്ടിൽസ് ആസ് ഐ ടെൽ ഇൻ എവറി വീഡിയോ. ഇപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഉം, ഈ ഗ്യാപ്പ് ഉണ്ട് റെസ്പെക്ട് ചെയ്ത് താഴത്തോട്ട് പോണു. ഇവിടെ ആണെങ്കിൽ എന്താ സംഭവിച്ച SMT കണ്ടോ, ലാഗിങ് ഇൻഡെക്സ് and this is my friend leading index. ദാ കണ്ടോ, see if you add എനിക്ക് നല്ല ഗ്രീഡിനെസ് ഉണ്ട്. ലൈക്ക് 1:1 തന്നെ വേണം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു പിപ്പിന് കയ്യിൽ നിന്ന് പോയി. അത് പറഞ്ഞ ഇമ്പോർട്ടൻസ് കണ്ടത് ഇപ്പൊ സ്റ്റോപ്പ് ഔട്ട് ആയി. ലൈക്ക് ഇഫ് യു ഹാഡ് ദാറ്റ് യുനോ ഗ്രീഡിനെസ്, ഇതായിരിക്കും അവസ്ഥ. അപ്പൊ എനിക്ക് എന്നാലും ഞാനിപ്പോ പ്രോഫിറ്റ് ഉണ്ടാക്കി, പ്രോഫിറ്റ് മേടിച്ചു. ലൈക്ക് ഞാൻ 50% ഓഫ് ദ റിസ്ക് ഞാൻ റിസ്ക് ചെയ്ത് 1% റിസ്ക് ഉണ്ടായി. സോ 0.5, 0.5 പോലും ഇല്ല. ഞാൻ എത്ര എടുത്തെന്ന് വെച്ചാല് ഇവിടെ എത്ര 0.78, ഇത്രയും കൂടി ഉണ്ടായി. ഇവിടെ ഭയങ്കര ഒരു സ്വീപ്പ് ഉണ്ടായി കുക്കുന്നു പോലെ. 0.88 ഞാൻ പാർട്ടിൽസ് എടുത്തിരുന്നത്. സോ ഐ ഡോണ്ട് നോ കാൽക്കുലേറ്റ് ചെയ്ത് തോന്നുന്നു. ഓക്കെ, ബട്ട് എനിവേ I won the trade. So thank you for watching this video. Like, share, and subscribe.